സത്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഈ ഓബൈ ഊസിയിൽ നിന്നും ജുവൽസ് വാങ്ങിയിട്ടുള്ള കുറച്ച് ലേഡീസ് മുന്നോട്ട് വന്നിട്ടുണ്ട്. അവർക്ക് ഇന്ന ഇഷ്യൂസും കാര്യങ്ങളും അവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ പ്രൈസ് കൂടുതലാണ്. പിന്നെ അത് കിട്ടണം. റേറ്റിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ ബിസിനസ് നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് എത്ര റേറ്റ് വയ്ക്കണം എന്നുള്ളൊരു സംഭവം ഉണ്ട്. എന്നും വെച്ചിട്ട് കഴുത്തറക്കാൻ പാടില്ല. ഇവന്മാരുടെ പടം കണ്ടാ പറയോ ഇവരിതൊക്കെ ചെയ്യുമെന്ന്? ഓസിലുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ 1299 രൂപയാണ് ഓബയോസില്. അപ്പോ ജസ്റ്റ് നമുക്ക് അതിന് എനിക്ക് 630 രൂപയ്ക്ക് അങ്ങനെയാണ് കിട്ടിയത് മീഷോ. നന്നായിട്ടുണ്ട്. 699 രൂപ മൈനസ് 630 രൂപ എത്രയാണ്? 670 രൂപയാണ് അവര് ഓവർ പ്രൈസ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഈ എക്സാക്ട് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് രണ്ടെണ്ണം വാങ്ങാനുള്ള പൈസയാണ് അവര് ഒന്നിൽ നിന്നും വാങ്ങുന്നത് കേട്ടോ. കയ്യിൽ നിന്ന് എടുക്കുന്നത് കേട്ടോ. മിക്കവാറും ഈ കുട്ടിയുടെ വീട്ടിൽ പോലീസുകാർ വരാൻ ചാൻസ് ഉണ്ട്. പോലീസ് പിടിച്ചാൽ പിടിയോടും. അവർക്ക് 50 രൂപ ലാഭം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ അത്ര അധികം ലാഭം എന്നൊന്നും പറയാനില്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ സ്ത്രീയുടെ സൈറ്റിൽ നിന്നും സാധനങ്ങൾ മേടിച്ചത്. എന്തായാലും അബദ്ധം പറ്റി. അതിങ്ങനെ ഒരു ആപ്പാവൂന്ന് ഞാൻ കരുതിയോ? ആയിരുന്നു എനിക്ക് നിങ്ങളെ കാണിക്കേണ്ടത്. ഈ പാലക്ക പെൻഡന്റ് ചെയിൻ ഈ സെയിം സാധനം എൻ്റെ കയ്യിലുണ്ട്. ഇതിനവരിട്ടിരിക്കുന്ന 999 സോൾഡ് ഔട്ടും. 999 ഒരിക്കലും വരില്ല. ഇത് നമ്മളിപ്പോ ഓബയോസിൽ കണ്ട സെയിം പെൻഡന്റ് കണ്ടോ. എന്നാലും അതല്ലല്ലോ, എവിടെയോ വെച്ച കണ്ട പരിചയമുണ്ട്. മേളത്തെ ഒരു മുത്തിന് മാത്രമേ അത്ര വ്യത്യാസം വരുന്നുള്ളൂ, ബാക്കിയൊക്കെ സെയിം ആണ്. ഒരു രണ്ടും തമ്മിൽ മാറിപ്പോവും, പക്ഷേ എനിക്ക് മാറില്ല. ആ പഴയ ഡിസൈൻ ഇതിൽ ഉണ്ടോന്ന് എനിക്കറിയില്ല. എനിവേസ് 399 കണ്ടോ. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന് കാണിക്കുന്നുണ്ട്. ഞാൻ വാങ്ങിയ പേജിലെ വീഡിയോയും ഓസിയുടെ പേജിലെ വീഡിയോയും നിങ്ങൾക്ക് നോക്കാം. ദിയയുടെ പേജിലെ വീഡിയോ രണ്ടും ഒരേ പ്രോഡക്റ്റ് ആണ്. സെയിം ടു സെയിം, ഒരു വ്യത്യാസമില്ല. ഡിസൈന് പോലും വ്യത്യാസമില്ല. പക്ഷെ പ്രൈസിനാണ് ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ പോകുന്നു. ബൈ.